ഹലോ, നമുക്കിന്ന് പെട്ടെന്നൊരു കൂൺ കറി വെച്ചാലോ? കൂൺ കറിക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഞാൻ നിൽക്കുന്നത്. കൂൺ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലൊരു വെള്ള കളറിലൊരു പാട പോലെ ഉണ്ട് കേട്ടോ. അതിനെ നമ്മൾ കഴുകുന്ന സമയത്ത് ഒന്ന് ഇളക്കി കളയണം. ഞാനൊരു വലിയ സവാളയാണ് എടുത്തത്. ഈ വലിയ സവാള നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെന്തുവാ പറയുക, പിന്നെ ഇതിന് വേണ്ടത് ഒരുപാടങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ. നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കിട്ടുന്ന രീതിയിൽ ഇത്ര മതി. ഈ ഒരു ലെവലിന് എടുത്തിട്ട് ഇനി നമുക്ക് കൊച്ചുള്ളി വലിയ പീസായിട്ട് ഇട്ടിരുന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ഒരു സുഖം കാണില്ല. അതുകൊണ്ട് ഞാൻ രണ്ടായിട്ടൊന്ന് മുറിച്ചിട്ടേക്കുന്നത്. നമുക്ക് കൂണും ഇത്ര കൂണിന് ഇത്ര മതി അളവ്. ഇനി നമുക്ക് പാൻ ചൂടാക്കാം. പാൻ നമുക്ക് സ്റ്റൗ കത്തിച്ചു. നമുക്ക് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, വറ്റൽമുളകിട്ടു, കറിവേപ്പില ഇട്ടു. ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതാ അരിഞ്ഞു വച്ചേക്കുന്ന കൊച്ചുള്ളിയും ഇട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നന്നായിട്ട് ഒന്ന് തീ ഇച്ചിരി കൂട്ടി തന്നെ വയ്ക്കാം കേട്ടോ. തീ മാറ്റണ്ട. ഇരുന്നിട്ട് ഇനി നമുക്കിത് പെട്ടെന്നൊന്ന് ചുമക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. സാധാരണ പഞ്ചസാര ഇടാറുണ്ട് ചിലരൊക്കെ. പക്ഷേ പഞ്ചസാര ഇട്ട് ചിലപ്പോൾ ഇതിൽ മധുരം വന്നാലോ എന്ന് കരുതിയിട്ട് ഇച്ചിരി. എന്നിട്ട് ഞാനൊരു നല്ല പച്ചമുളക്, എരിവ് കുറവാട്ടോ ഇതിന്, അതും കൂടെ മുറിച്ചിട്ടു. പിന്നെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാനതിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചിരി മുറിച്ചിട്ടു. അതും ഒന്ന് കടിക്കാൻ കിട്ടട്ടെ എന്ന് വെച്ചിട്ടിട്ടതാണ്. മസാലകളിട്ടു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇത്രയും ഇട്ട് അതൊന്ന് മസാല പിടിക്കാൻ വേണ്ടി വെച്ചു. ഈ സമയത്ത് ഞാൻ അടുത്ത കറി പാവയ്ക്ക മെഴുക്ക് പുരട്ടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടി കേട്ടോ. പാവയ്ക്ക മെഴുക്ക് പുരട്ടിയതാണ്. ഇത് നല്ല പച്ച പാവയ്ക്ക കിട്ടിയതാണ്. ഇത് ഭയങ്കര കയർപ്പാണ്. ഞങ്ങൾ ഇന്നലെ ഉണ്ടാക്കി. ഭയങ്കര കയർപ്പാട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഇത് നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാറായി. നമ്മൾ വെള്ളം ചേർത്തു, കൂണിട്ടു. നമുക്ക് ഹറിബറിയായിട്ട് ജോലികൾ തീർക്കണമല്ലോ. കൂണിട്ടു. ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് അടച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് നമുക്കൊന്ന് നന്നായിട്ട് വേവിക്കണം. അപ്പോൾ ആ സമയത്തിൽ നമ്മുടെ പാവയ്ക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള കടായി വെച്ചു. ഞങ്ങളിവിടെ 2 പേരല്ലേ ഉള്ളൂ. അപ്പോഴേക്കും പിന്നെ മോനും ഉണ്ട്. ഇതിന് പിന്നെ ഒരു ഭയങ്കര ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ കൂണിൽ നല്ലൊരു ചിക്കൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി അതിൽ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ പാവയ്ക്ക മെഴുക്ക് പുരട്ടായിട്ടിട്ടുണ്ട്. പാവയ്ക്ക മെഴുക്ക് പുരട്ടാനും അടച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു നല്ല ചുമന്ന മുളക് കിട്ടി, അതും അങ്ങിട്ട്. ഇതിൽ ലേശം ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പിട്ട വീഡിയോ ഒന്ന് കുഴഞ്ഞതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നോക്കുകയാണ് എന്തായി എന്നുള്ളത്. അടുത്ത് നമ്മുടെ കൂൺ വെന്തു. കൂണിഞ്ഞ് ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന്. ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി 2-3 നമ്മുടെ കറിവേപ്പിലയും വെച്ച് കറി സെറ്റ്. അടുത്ത് കണ്ടില്ലേ, നമ്മുടെ കൂൺ കറി റെഡി. അതുപോലെ തന്നെ നമ്മുടെ പാവയ്ക്ക മെഴുക്ക് പുരട്ടിയും റെഡി. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ചോറ്. ഇന്ന് ഇത്രയും മതി കറി. ചോറ് ഓക്കെ. ഇത് നമ്മുടെ ചമ്പാവിൻ്റെ അരിയാട്ടോ. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് വടിച്ചതിന് ശേഷം നമുക്ക് ചോറ് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ കാണാം കേട്ടോ. ബൈ.